കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് മത്തിമീൻ പീര ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ വെക്കാം കേട്ടോ. ഈ കിളികളുടെ ബഹളം നല്ലപോലെ ഉണ്ട് കേട്ടോ. രാവിലെ അങ്ങ് അറുപാടിക്കുക എല്ലാവരും ഒരു നമ്മുടെ ഒരു മുരിക്കിൻ്റെ മരം ഉണ്ട്, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അതിൽ നിറയെ കിളികൾ, അത് റെഡ് പൂ പോലെ കണ്ടാവിടെ, അതിൽ നിറയെ കിളികളാട്ടോ ഇവിടെ പറന്നു പോകുന്നത്. അവരുടെ ബഹളമാട്ടോ രാവിലെ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഓരോ കറി സിമ്പിളായിട്ട് വെക്കുന്നതെന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് മത്തിമീൻ പീര വെക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു മത്തി ഒരു ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാന്താരി മുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മാങ്ങ ഇട്ട് മത്തിമീൻ പീര വെച്ചാൽ അത് സൂപ്പറാണ്. പിന്നെ ഇത് ഇത്രയും തേങ്ങ. നമുക്ക് വേണമെങ്കിൽ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും കാന്താരിയും കൂടി മിക്സിയിൽ കുഞ്ഞ് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇതാണ് ഒരു കുഞ്ഞ് കഷ്ണം പുളി എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ മാങ്ങ ഓൾറെഡി ഇടുന്നുണ്ടല്ലോ. ഈ മാങ്ങയ്ക്ക് ഇത്തിരി പുളി കുറവായിരുന്നു, അതുകൊണ്ടാട്ടോ നമ്മൾ ഇതെടുത്തത്. എന്നിട്ട് ഒരു ചെറിയ ചട്ടി എടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടി അതിലേക്ക് ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതെല്ലാം കൂടി ചെറിയ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടും. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും. കുറച്ചിട്ടാൽ മതി കേട്ടോ, ഇനി കൂടിപ്പോയാൽ വിഷയമാവുമല്ലോ. പിന്നെ ഇത് എത്രയും മഞ്ഞൾ പൊടിയും കൂടി ചേർക്കും കേട്ടോ. അങ്ങനെ ശകലം കൂടി ചേർത്ത് കൊടുക്കാം. ഇട്ടു. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഇത് പുളിക്കഷ്ണം ഇട്ട് കൊടുക്കും. എന്നിട്ട് നേരെ അടുപ്പിൽ വെക്കും. ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മത്തിമീൻ പീര തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ചെറിയ തീയിലായിട്ടേക്കുന്നത്. ഒരു 10-15 മിനിറ്റ് വേണം, എന്നാലും മീൻ വേവണമല്ലോ. അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ